പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളിൽ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ മാധ്യസ്ഥ വഴി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ച് സൂക്ഷിച്ച മാതൃപ്രതി അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച ഞങ്ങളുടെ മാതാപിതാക്കളെയും തലതൊട്ടവരെയും ഓർത്തുകൊണ്ട് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. 3 വയസ്സുള്ളപ്പോൾ കന്യാമറിയത്തെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് കാഴ്ചവെച്ചു എന്ന പാരമ്പര്യം രേഖപ്പെടുത്തുന്നു. അമലോത്ഭവയായ മറിയം പ്രസാദപൂർണയായിരുന്നു. ദൈവമാതാവാക്കുവാനുള്ള ദേവാലയത്തിൽ വളരണം എന്നത് ഒരു നല്ല കാര്യമാണ്, നമുക്കറിയാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ സമർപ്പണ തിരുനാളിൽ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കും. മറിയത്തിൻ്റെ ഗീതത്തെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷത്തെ ഓർമ്മിക്കുക. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തി എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവ് കർത്താവിലാണ് ആനന്ദിക്കുന്നത്, ലോക വസ്തുക്കളിലോ ലോക സുഖങ്ങളിലോ താല്പര്യങ്ങളിലോ അല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. കർത്താവ് അവളുടെ എളിമയാണ് കണ്ടത്. ആ എളിമയുള്ളിടത്താണ് നീരോടുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ദൈവപുത്രൻ അവളുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെടും. ഇന്ന് അവൾ ഭാഗ്യവതിയായി മാറിയതിന് കാരണവും അതുതന്നെയാണ്. ഇന്ന് പ്രത്യേകമായി നമ്മളെ ഓരോരുത്തർ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ഭാഗ്യപ്പെട്ടവരായിട്ട് മാറണം, എളിമയുള്ള ഹൃദയമുള്ളവരായിട്ട് മാറണം. നമ്മളുടെ അഹങ്കാരങ്ങൾ, നമ്മളെ തൻ പോരായ്മത്വം, ഞാനെന്ന ഭാവങ്ങൾ എല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറിയത്തെപ്പോലെ കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കും. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു, അഹങ്കരിക്കുന്നവരെ തട്ടിത്തെറിപ്പിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട 2 വാക്യങ്ങളാണ്. സമ്പന്നതയെന്ന് പറഞ്ഞാൽ ലഭിച്ചതിനെക്കുറിച്ച് അഹങ്കാരത്തോടുകൂടി ചിന്തിക്കുകയും അത് തനിക്ക് മാത്രമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സമ്പന്നരെയാണ് തട്ടിത്തെറിപ്പിച്ചത്. അഹങ്കാരത്തോടുകൂടി ഇരിക്കുന്നവരെയാണ് അവിടെ നിന്ന് മറിച്ചിടുന്നത്. എളിയവരെ ദൈവം ഉയർത്തി, ദരിദ്രർക്ക് അവിടെ നിന്ന് ദാനങ്ങൾ നൽകും. ഇന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, നിന്നിൽ ആനന്ദിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നീ എൻ്റെ താഴ്മയെ കാണണമേ, തലമുറകൾക്ക് ഭാഗ്യപ്പെട്ടവരായി മാറുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകൾ അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ ദിവസം ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയെ അനുഗ്രഹിക്കുകയും കൃപകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്ന നിങ്ങളേവരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ.